എല്ലാരും ഈ വൈകിയ വേള എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഫീലാണ് അല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ അവാർഡൊക്കെ മേടിച്ചിട്ടിരിക്കുകയാണ്. ഞാനിവിടെ എന്റെ തൊഴിലാളിയോട് പറഞ്ഞു, ഇങ്ങനെ കണ്ടു പഠിക്കണം. നമ്മളെ അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പരിപാടി കിടക്കുന്ന പോലെ അല്ലേ, ഇത് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ കുറെ കഷ്ടപ്പാടുള്ള കാര്യമാണെന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ചിരിക്കട ബ്രോസ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും നേരം രാവിലെ തൊട്ട് കേട്ടത് ഒരുപാട് സക്സസ് സ്റ്റോറീസ് അല്ലേ. രാവിലെ തൊട്ട് ഒരുപാട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടു. പക്ഷെ ചരിത്രത്തിൽ ഇന്ന് വരെ കേറിയ വേദികളിലെല്ലാം കൂകിട്ടി കൈയും കെട്ടി മറ്റേ കയ്യെ പിന്നെ കർപ്പൂരം കത്തിച്ചിറങ്ങേണ്ടി വന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം അങ്ങനെയുള്ള കച്ചവടം ചെയ്ത രണ്ടുപേര്, ചിരിക്കട എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മണ്ട മുതലാളി ഒരു തൊഴിലാളിയാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേരുടെ ഒരു പരിപാടിയുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അല്ല, മുതലാളിയുടെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത്, അത് വിലയിരുത്താനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോ ആരുടെ തെറ്റാണ്? ഇപ്പൊ മുതലാളി എന്ന് പറയുമ്പോൾ ഈ മുതൽ മുടക്കിയാൽ മാത്രം പോലും നല്ലൊരു സാറ് പറഞ്ഞു ഇവിടെ ടോക്സിക് എന്നൊക്കെ പറയുന്നത് എഴുതി കാണിച്ചായിരുന്നു അല്ലേ. ഇദ്ദേഹത്തിന്റെ ബയോഡേറ്റിൽ അത് വെക്കേണ്ട അവസ്ഥയാണ്. മനസ്സിലായില്ലേ? എന്താ ഷോ ബോട്ടിൽ എന്ത് ഇത് കാണിച്ചല്ല. മുതലാളി പറയുന്നത് ആർക്കും വലിയ പിടിയിട്ട് കാണില്ല. അത് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതാണ് മുതലാളി, ഞാനാണ് ഹതഭാഗ്യൻ. അല്ല, അതവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അപ്പോഴേ പറഞ്ഞു എന്റെ കോട്ട് എടുത്തോണ്ട് വരണം, മനസ്സിലായി? അല്ല, ഇവിടെയൊക്കെ വരുമ്പോ അങ്ങനെയാണ് നമ്മൾ കോട്ടൊക്കെ ആയിട്ട് വിടാൻ പറ്റും. കോട്ട് നമ്മളെ കുറച്ച് നമ്മൾ കാത്തിരിക്കും, പക്ഷെ അതിനകത്തുള്ള ബാലൻ ഉണ്ടല്ലോ, ഈ ബാലൻ എന്ന് പറയും, അതായത് നമ്മൾ ഈ ഇരട്ടവാലൻ അധികം കാത്തിരിക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഒരു സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കച്ചവടവും ഓരോ ദിവസവും ഓരോ കച്ചവടം ചെയ്യും, അത് അന്ന് തന്നെ പൂട്ടും. പിറ്റേ ദിവസം വീണ്ടും ആത്മാർത്ഥമായിട്ട് അടുത്ത കച്ചവടം തുടങ്ങും, അത് പൂട്ടും. അപ്പൊ ഇതിനകത്ത് ആരാണ് മുതലാളിയാണോ തൊഴിലാളിയാണോ യഥാർത്ഥ പരാജയം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോ ദയവ് ചെയ്ത് നിങ്ങളുടെ സഹായമാണ് അതിലേക്ക് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അല്ല, എന്താ ഇവിടെ വരാനുള്ള താമസം ഉണ്ടായെന്താണ്? താമസം എന്ന് വെച്ചാലേ, നമ്മള് ഈ ആലപ്പുഴയിലുള്ള മുതലാളിക്ക് ഇവിടെ എത്താൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. പിന്നെ കാലടിയിലുള്ള ആൾക്ക് ഇവിടെ എത്തിപ്പെടാൻ വലിയ താമസമുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഞാനിവിടെ എത്താറില്ല. പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടി. കാലടി എന്താണെന്നുള്ളത് ഇങ്ങനെ അറിയില്ല. ആലപ്പുഴ എന്ന് പറയുന്ന പോലെ ഈ വെള്ളത്തിൽ ചുറ്റിക്കിടക്കുന്ന സ്ഥലമൊന്നുമല്ല കാലടി. കാലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശങ്കരാചാര്യന്റെ പുണ്യ ജന്മം കൊണ്ട് പരിപാലനമായ കാലടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ മകനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യര് കാൽനടയായിട്ട് സഞ്ചരിച്ച് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ കുട്ടി തിരികെ ചോദിക്കുകയാണ്, അന്നും കാലടിയിൽ കട്ട ബ്ലോക്ക് ആയിരുന്നു എന്ന് മനസ്സിലായത്. അതായത് അതാണ് കാലടിയുടെ അവസ്ഥ. ഈ കാലടിയുടെ അവസ്ഥ വെച്ചിട്ട് ഇപ്പൊ പാട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് ഭയങ്കര ഹിറ്റാണ്. അതായത് പെരുവഴിയിൽ പാർക്കിംഗ്, പെരിയാറിൻ ഫ്രണ്ടേജ്, പോസ്റ്റാക്കും പ്ലേസ് എല്ലോ കാലടി, ഇവളാണ് വഴി മുടക്കി, ഇവിടുത്തെ പ്രാക്കാട് ബ്ലോക്ക്, ഇവിടുത്തെ പ്രാക്കാട് ബ്ലോക്ക്, പൊളിയാനായി നിൽക്കുന്ന പാലം, വണ്ടിപ്പൂക്കളം തീർക്കുന്ന റോഡ്. അപ്പൊ കാലടി ഇതാണ് അവസ്ഥ. അപ്പൊ കാലടി ഇതെല്ലാം കഴിഞ്ഞ് ബ്ലോക്കും കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു സമയമൊക്കെ എടുക്കും. ഇപ്പൊ മനസ്സിലായി. കാലടി എന്ന് പറയുമ്പോ നമ്മൾ ഇടിയപ്പത്തിന്റെ കുരു കഴിച്ചെടുക്കുന്ന പോലെ ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഇവിടെ എത്തണം. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഈ നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പെരിയാറിന്റെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ബ്ലോക്കിൽ കിടന്നൊക്കെ പോയാൽ വലിയ കുഴപ്പമില്ലല്ലോ. ഇല്ല, വളരെ സന്തോഷമുള്ളൂ. പക്ഷെ നമുക്ക് ഈ തൊഴിൽ എന്ന് പറയുന്നതിൽ അടിസ്ഥാനമായിട്ട് ശമ്പളം കിട്ടുക എന്നുള്ളതാണ്. ഈ ശമ്പളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മനുഷ്യന് ഇത്ര അധികം കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 6 മാസം വരെ ശമ്പളം കിട്ടാതിരിക്കുന്ന ഈ കാലത്ത് ഇപ്പൊ വിശദീകരണമായിട്ട് മുതലാളിയോട് ചോദിച്ച മുതലാളി പറയാൻ പോകുന്ന കാര്യം കോവിഡിന്റെ പേരല്ലേ. എങ്ങനെ മനസ്സിലായത്? അതെനിക്കറിയാം, ഏത് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അടിസ്ഥാനമായിട്ട് ഈ ബിസിനസ് ആണെങ്കിലും ഈ തൊഴിലാളി ചെയ്യുന്ന പ്രവർത്തികൾക്ക് 10 പൈസയുടെ വില കൽപ്പിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അതൊരു മുതലാളിയായിരിക്കും. അല്ല, അങ്ങനെ കോവിഡിന് മുമ്പ് കോവിഡിന് ശേഷം അങ്ങനെ 2 കാലഘട്ടമായി നമ്മുടെ കാലഘട്ടം തിരിക്കപ്പെട്ട് കഴിഞ്ഞു. അതെ.
കോവിഡിന് മുമ്പുള്ള കാലഘട്ടമല്ല, അതിനുശേഷം ഒരുപാട് ബിസിനസ് വന്നെങ്കിലും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള താമസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ എന്താണ് നമുക്ക് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുക എന്നുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തില് ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നേരെ നോക്കിയാൽ മതി, ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും പല കോളുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് വിശദീകരണം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, പകുതി വിലയ്ക്ക് സ്കൂട്ടർ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വിലയിലേ പോയുള്ളൂ. നമ്മൾ കാശ് കൊടുത്ത് സ്കൂട്ടർ മേടിച്ചെങ്കിൽ അതിന്റെ കാശും കൂടി നമ്മള് അല്ലല്ല, അതിന്റെ കാശ് കൂടി ചെലവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ മുഴുവൻ കാശ് കൊടുത്ത് നമ്മള് സ്കൂട്ടർ മേടിച്ചു എന്ന് വെക്കുക, മേടിച്ചല്ലോ, പെട്രോൾ അടിക്കാൻ എന്താണ് ചെലവ്? എന്ത് ചെലവാണ്? പിന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോ ഭയങ്കര കുഴിയാണ്. ഈ കുഴി വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വർക്ക്ഷോപ്പിൽ കയറേണ്ടി വരുമല്ലോ. വർക്ക്ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എത്ര രൂപയുടെ ചെലവ്? ഇന്നലെ ഒരു വാർത്ത വായിച്ചല്ല, ആർടിഒയുടെ വാർത്ത വായിച്ചായിരുന്നു. ആർടി അല്ല, ആർടിഒ. ആ കൈ കാണിക്കും, ആർടിഒയും കാണിക്കും, അതുപോലെ തന്നെ പോലീസുകാരും കാണിക്കും, എണ്ണിക്കൊടുക്കണം. അപ്പൊ കൊടുത്താൽ മാത്രം പോലെ. ഇന്നലെ ചോദിച്ചത് 50,000 രൂപയും വില കൂടിയ മദ്യവും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇവിടെ നാട്ടിൽ എന്ത് തട്ടിപ്പും കാണിക്കാം, പക്ഷെ അതിന് ഒളിപ്പില്ലായ്മ എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് വേണ്ടത്. ഞാൻ പൊതുഗതാഗതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഇല്ലെങ്കിൽ നമ്മള് കുറച്ചേ കുടിക്കും എന്ന് പറയില്ലേ. ഈ മുതലാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലില്ലാത്തവർക്ക് ചെരുപ്പും അതുപോലെ കൈയില്ലാത്തവർക്ക് വാച്ചും ഇത് വാഗ്ദാനമൊക്കെ ചെയ്തിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരാളായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, അല്ല അങ്ങനെയായിരുന്നല്ലോ, ഉത്സവ പറമ്പുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ ചുറ്റുപാടുള്ള വീടുകളിൽ ഓരോ ചെരുപ്പ് വീതം കൊടുക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ജോഡി ചെരുപ്പ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഓരോ ചെരുപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ. അന്ന് തുടങ്ങിയതാണ് ഈ പകുതിയുടെ പരിപാടി. പക്ഷെ ആ പരിപാടി ഞാൻ നിർത്തി. ഇപ്പൊ സിനിമയിലേക്ക് പൈസ ഇറക്കാനുള്ള ഒരു പുതിയ വഴിയിലേക്ക് പോകുക. അത് നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ തൊഴിലാളി ആയിരിക്കും അതിനകത്ത് മെയിൻ. അതന്നെ, അങ്ങനെ പൈസ കൊടുക്കുന്നതല്ലേ തൊഴിലാളി മെയിൻ. ഈ പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചെലവാക്കാന്ന് മാത്രമേ ഉള്ളൂ, യാതൊരുവിധ വിലയും ഉണ്ടാവില്ല. അതന്നെ, അതങ്ങനെയാണ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ പൈസ മാത്രം ഇങ്ങനെ എണ്ണി കൊടുക്കുക, തൊഴിലാളി ആയിരിക്കും അവിടെ എല്ലാം മെയിൻ. തൊഴിലെടുക്കുന്നവരാണല്ലോ സ്റ്റാറുകൾ. അപ്പൊ അവര് കാശ് കൂട്ടിക്കൊണ്ടിരിക്കും. അവര് നായകൻ തീരുമാനിക്കും, അവര് കാശ് കൂട്ടും, അവര് പറയണ പോലെ നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും വേണം. നീ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ കാരണം കാണിക്കൽ നോട്ടീസ്, അതുപോലെ വിശദീകരണം അതൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാലേ, ഞാൻ അങ്ങ് എഴുതി തന്നു കഴിഞ്ഞാൽ അത് മാത്രം അത് അവിടെ തീരും. അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ തീരുന്നതാണ് കാരണം തീരുമല്ലോ. ഇത് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറയുന്ന അവസ്ഥയല്ലേ ഇത്. കൊരട്ടിയിൽ പോയി, പക്ഷേ വരാൻ വൈകി. അപ്പൊ അതിന് വിശദീകരണം ചോദിച്ചു. അല്ല, കൊരട്ടിയിൽ പോയി, ഇത് സ്ഥിരം കൊരട്ടിയിൽ പോകാനല്ല. അപ്പൊ കൊരട്ടിയിൽ പോയതിന്റെ എന്തുകൊണ്ട് വൈകി എന്നുള്ള വിശദീകരണം ഞാൻ തന്നല്ലോ. അത് ഇങ്ങനെ പറഞ്ഞാൽ പോലെ കൃത്യമായി തരണം. കൃത്യമായിട്ട് ഞാൻ എഴുതിയാണല്ലോ തന്നത്. വായിക്കാൻ എനിക്ക് വായിക്കാൻ അറിയാൻ പാടില്ലെന്ന് അറിയാല്ല. നമുക്കറിയാലോ, നമ്മൾ വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് തൃപ്തിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കവിതയായിട്ട് എഴുതി കൊടുക്കാന്ന് വെച്ചു. ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ട് വൈകി? കൊരട്ടിയിൽ പോയി വൈകി. കൊരട്ടിയിൽ എന്തിനു പോയി? കൊരട്ടിയിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയും വാങ്ങി തിരികെ മടങ്ങുവേ. നേരം കരകുര ഇരുട്ടി, കടികാരം നോക്കി ഞാൻ ഞെട്ടി. കടികാരം 8 മണി കാട്ടി. വയറ്റിൽ വിശപ്പ് പലകുറി മുട്ടി. പൊട്ടുപൊട്ടലൊട്ടി ആബോളം തട്ടി. നാരായണൻകുട്ടിയുടെ കടയിൽ കയറി, തട്ടുകടയിൽ കയറി അട്ടിയായി വച്ച ദോശകൾ വെട്ടി. തിന്നത് മുഴുവൻ തേട്ടി. വായമൊത്തി കൈ കഴുകാൻ വട്ടകയിൽ നോക്കി. വെട്ടമില്ലാതെ ചെടിച്ചട്ടിയിൽ തട്ടി. കറിച്ചട്ടിയിൽ ചാടി തലപൊട്ടി. എന്തിലോ ഒന്ന് ചവിട്ടി കാണാൻ കത്തിച്ചു തീപ്പട്ടി. ചവിട്ടിയതൊരു വാലിൽ, ആ വാല് നാട്ടി. അതോ ഒരു പട്ടി, പിന്നെ അതിന്റെ ഒരു കുട്ടി. എന്നെ നോക്കി മുരട്ടി തള്ളപ്പട്ടി. പട്ടിക്കുട്ടി നോക്കി കാക്കിരി കാട്ടി. വിട്ടുകൊടുക്കാതെ നോക്കി കണ്ടുരുട്ടി. കയ്യിൽ കിട്ടിയ കുമ്മട്ടി കാട്ടി വിരട്ടി. ചീറിയെടുത്തു പല്ലും കിരിയും കാട്ടി. മീശ ചുരുട്ടി അലറി വിളിച്ചു പോടാ പട്ടി. വായ മുട്ടി വിളിച്ചു ആളെ കൂട്ടി. തേപ്പുകാരൻ വീഴാൻ മുട്ടി ഓടിയെത്തി. കയ്യിൽ ഒരു ചൂടൻ തേപ്പൊട്ടി കൊടുത്തു ഒരു ഏറ്. കൊണ്ടതോ എന്റെ നടുവിലങ്ങനെ എന്റെ നടുവെട്ടി. കുഞ്ഞുകുട്ടി ഓടിയെത്തി. കയ്യിലൊരു തോട്ടി. മുടി വെട്ടിയിരുന്ന മറാഠി കുട്ടി ഇതെല്ലാം കണ്ട് ചിരിച്ചു കൈകൾ കൊട്ടി. കൂർത്ത പല്ലാൽ കിട്ടി ഒരു ഗ്രൻകടി. പട്ടി എന്നെയും കുമ്മട്ടിയും തോട്ടിയും തീപ്പെട്ടിയും കൂട്ടി മണ്ണിലിട്ടുരുട്ടി. കടി കട്ടിയായി കെട്ടി. പട്ടിയുടെ പല്ലിൽ എന്റെ എല്ലിൻ മുട്ടി. കാലിൽ നിന്ന് ചോര തീറ്റി. കാല് വൈപ്പ് പോൽ പൊട്ടി. മേലാകെ ചോരയിലൊട്ടി. ഇതെല്ലാം കേട്ട് മാവാട്ടിയിരുന്ന ഭാര്യ തങ്കക്കുട്ടി വീട്ടിലെ മുറ്റത്തെ മാവ് വെട്ടി.
അതായത് നിസ്സാരം ഒരു കാര്യം വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾ ചെയ്യുന്ന ഒരേ ഒരു പരിപാടിയാണ് അത് ഇങ്ങനെയായിരിക്കും എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളും മെമ്മോയും ഒന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം. അല്ല, ഇപ്പൊ പട്ടി ഇതുപോലുള്ള തെരുവ് പട്ടിയെ പിടിക്കാൻ സർക്കാർ അതിന് വേണ്ടിട്ട് ബജറ്റിൽ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം തൊഴിൽമേളക്ക് പോയെന്നാണ് എന്ന് പറയണേണ്ടല്ലേ? തൊഴിൽ മേളയ്ക്ക് പോകാനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം അതായത് നമുക്കിപ്പോ 80,000 പേരാണ് അവിടെ വന്നത്. അപ്പൊ ഞാൻ അവിടെ പോയത് കൊണ്ട് എനിക്ക് അതിന്റെ ഒരു മെച്ചം കിട്ടുമല്ലോ. കാരണം ഇവിടെ അധികം നാളെ നിന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തൊഴിൽ മേളയിൽ പോയി 80,000 പേർക്കുള്ള അവസരം 80,000 അഭ്യസ്ത വിദ്യ തൊഴിലില്ലാതെ നിൽക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ. അവന്റെ ഇടയിൽ പോകേണ്ട കാര്യമുണ്ട്. അവിടെ നമ്മുടെ മറാഠിക്കുട്ടിയില്ലേ പറഞ്ഞ മോട്ടു, അവനാ ചെയ്ത കാര്യം കണ്ടായിരുന്നു. അവൻ അവിടെ ഒരു തറപ്പണയം വലിച്ചു കെട്ടിയിട്ട് ഒരു പിന്നെ സർവത്ത് കച്ചവടം നടത്തിയത് ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ അവിടെ നൽകി. മനസ്സിലായി? അതാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വടംവലി മത്സരം കാണാൻ പോകുന്ന കാരണവരുടെ അവസ്ഥ പോലെയാണ് ഈ മുതലാളിയുടെ കാര്യം. മുതലാളി എന്ന് പറഞ്ഞ മാനേജറാണ്. അതാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വടംവലി മത്സരം നടക്കുന്നു. വടംവലി മത്സരത്തിന് വെറുതെ ചെന്ന് കണ്ടിരുന്നിട്ട് ഇങ്ങനെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതി, അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരു വടംവലി മത്സരം നടക്കുന്ന സമയത്തെ നമ്മുടെ തൊട്ടടുത്തൊരു കാർന്നൂരുണ്ട്. അപ്പൊ കാർന്നൂര് പല തവണയായിട്ട് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താ കാർന്നൂര് ഇങ്ങനെ ഓരോന്ന് പറയണേ? അപ്പൊ പുള്ളി പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാലോ അവനല്ലേ വലിക്കണേ എന്ന് പറഞ്ഞ പോലെ മാനേജർ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഏത് ബിസിനസ്സിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, അവരത് ചെയ്തു. വീട്ടിൽ തിന്ന പാത്രം കഴുകാത്ത ആളാണ് മാനേജർ എന്നാണ് പറഞ്ഞു വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ മാനേജർമാരെ മുതലാളി വെക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അതൊരു പൊടിപ്പും തൊന്നിലും വെച്ച് പറയുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് സെക്ഷനിലേക്കും പരസ്യങ്ങളിലേക്കും ഇടുക. 1-2 പറയുന്നവർക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഈ ഫ്രണ്ട് ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. എന്ത് കാര്യത്തിന് ആദ്യം കയറി വന്ന് ചാടുന്ന ആള് ഫ്രണ്ട് ഓഫീസിൽ പിടിച്ചിട്ടുള്ളത്. ബുദ്ധി കുംഭമേള കുംഭ വെറും ചെന്നപ്പോഴുള്ളവരുടെ മേളയല്ല, മനസ്സിലായില്ല? ഓരോ കാര്യത്തിന് പുറകിൽ ഓരോ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ അവസരങ്ങൾ ആനയെ പോലെയാണെന്നാണ്. അവസരങ്ങൾ നമ്മൾ ആന പോലെയാണ്. ആനയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ മുതലാളിയെ സംബന്ധിച്ച് അവസരങ്ങൾ കണ്ടെത്തുന്ന ഒരാളാ മണത്ത് കണ്ടുപിടിക്കും. പറഞ്ഞു കൊടുക്കുക. അതെ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി, അതുപോലെ കാടുകൾ കയ്യേറി കഴിഞ്ഞപ്പോൾ മൊത്തം ആനകൾ ഇവിടെയാണ്. അതെ. അപ്പൊ കാട്ടിൽ നിന്നൊക്കെ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ മുതലാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന വന്നു കഴിഞ്ഞാലായിട്ട് കൃത്യമായിട്ട് അവിടെ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ആ മുതലാളി ചെല്ലുന്ന ഒരു സ്ഥലത്തും ആന ഉണ്ടാവില്ല. മണത്ത് കണ്ടുപിടിക്കുന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതാണ്. ഈ ആനയ്ക്ക് മണം പിടിക്കാൻ അറിയാലോ. ആന മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതലാളി മണം പിടിക്കും, പിന്നെ ആന ഇങ്ങോട്ട് വരുമോ? അത് ഇപ്പൊ നേരത്തെ കിട്ടിയ അവാർഡ് പോലെ മുതലാളിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു അവാർഡ് ഉണ്ട്. ഈ ഒരു പഴംപൊരി മാക്സിമം എത്ര കഷ്ണമായിട്ട് മുറിക്കാൻ പറ്റും? ഒരു 2 കഷ്ണമാണോ സാധാരണ മുറിക്കുന്നത്? 4 വരെ മുറിക്കാം. അത് 7-8 ആയിട്ട് മുറിക്കുന്ന മുതലാളിക്ക് ഈ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന മുതലാളിയുടെ പരിപാടിയില്ലേ, ഗിന്നസ് റെക്കോർഡ് കയറാനില്ലേ? അതാണ് ഈ പരിപാടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ AI എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? AI എന്ന് പറഞ്ഞാല് AI കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി തന്നെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ എന്തോരം സമയം എടുത്തു. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞെടുക്കാൻ തന്നെ എടുത്ത സമയം എനിക്കറിയാലോ. കമ്പ്യൂട്ടർ പോലെ തന്നെ ഒരു സാധനമല്ലേ ഈ സാധനം? കമ്പ്യൂട്ടറിനെ എതിർത്ത മുതലാളി അല്ല, ഞാനതിനെ എതിർക്കുന്ന കാരണം ഇപ്പൊ ജോലി ഇവിടെ ഇരിപ്പുണ്ട്. ജോലി ഇവിടെ ആങ്കറായിട്ട് വന്നിരുന്ന് നിൽപ്പുണ്ടല്ല. നാളെ ജോലിന് പകരം ഇവിടെ AI വന്ന് നിൽക്കട്ടെ. തൊഴിലല്ലേ പോണത്? തൊഴിലാളിയുടെ പക്ഷത്താണ് ഞാൻ. ഈ പക്ഷം പിടിച്ചിട്ട് അവസാനം ഈ കമ്പ്യൂട്ടർ ആദ്യം എതിർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടർ ഇല്ലാതെ മുതലാളിക്ക് ഇപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ലല്ലോ. പറ്റണില്ല. അപ്പൊ അത് മാത്രമല്ല, ഇത് ഉപയോഗിക്കാനും അറിയില്ല. അതുപോലെ മുതലാളി ആര്യ അവതരിപ്പിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് വേണം അവതരിപ്പിക്കാനായിട്ട്. ഉദാഹരണത്തിന് ആമയും മുയലും കഥ. ഈ കഥ എങ്ങനെ വേണം അവതരിപ്പിക്കാൻ? ഇതിപ്പോ ആമ മുയല്, മുയല് ആമ. അതാണ് കുഴപ്പം. പിന്നെ അതായത് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ഉറങ്ങിക്കിടന്ന മുയലിനോട് ആമ ചെയ്തത് എന്ത്, ഇതായിരിക്കും ക്യാപ്ഷൻ. ഇത് ഒരുമാതിരി മറ്റേ സോഷ്യൽ മീഡിയയിലെ ഇതുപോലെ അല്ല. അങ്ങനെ
കാരണം എന്ന് വെച്ചാല് ഈ സസ്പെൻസ് അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അടിയിൽ വരുന്ന കമന്റ്സിൽ ഇതെല്ലാം ഉണ്ട്. അത് വായിക്കാനേ പാടില്ല. വായിക്കാനേ പാടില്ല. നമ്മൾ വീട്ടിലിരിക്കുന്ന എല്ലാവരും വിളിക്കും, അവര് തുമ്മും. അത് അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക. ആ. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ കേരളത്തിലുള്ളത്. അത് ഈ വിനിത പോലുള്ള തിയേറ്ററുകളാണ് നടക്കുന്നത്. അതന്നെ അത്. അതായത് നമുക്കിപ്പോ മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, അല്ല, നമ്മൾക്കല്ല ഏകവചനം പോലെ അതെ, നേരെ തിയേറ്ററിൽ പോവുക, ഒരു പടം കാണുക, റെസ്പോൺസ് എടുക്കുക, റിവ്യൂ എടുക്കുക, പിന്നെ നാളെ തുടങ്ങി നമുക്ക് സ്റ്റാർട്ടപ്പാണ്. നാളെ തൊട്ട് സ്റ്റാർട്ടപ്പായി. സ്റ്റാർട്ടപ്പായി, അതാണ് ബിസിനസ്. കാരണം ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാവിധ ബിസിനസ്സും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ബ്രാൻഡ് എന്താണെന്ന് അറിയെങ്കിലും അറിയാം. ബ്രാൻഡ് ബ്രാൻഡ് നോക്കിയാണല്ലോ മുതലാളി പലപ്പോഴും. എന്റെ ദൈവമേ, 3.5 കോടി ജനങ്ങൾ ഒരേ ഒരു വികാരം. വൈകിട്ട് മോഹൻലാൽ പറയുന്ന പോലെ വൈകിട്ട് എന്താ പരിപാടി, അതല്ല. അവിടെ പോയി ക്യൂ നിന്നിട്ട് കിട്ടുന്ന ബ്രാൻഡ് മേടിച്ചിരിക്കുന്ന സാധനമല്ല ബ്രാൻഡ്. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോർലിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 1800-കളിൽ ക്രിയേറ്റ് ചെയ്തൊരു ഹോർലിക്സ് സഹോദരന്മാർ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് യൂണിലിവർ ഏറ്റെടുത്തപ്പോൾ 3000 അല്ലെങ്കിൽ 30,000 കോടിയോളം അവർക്ക് കിട്ടി. മനസ്സിലായി? അതുപോലെ നമ്മുടെ ബ്രാൻഡ്, നമ്മളുടെ ഈ പ്രാദേശിക ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വിൽക്കാൻ നമുക്ക് പറ്റണമെന്നാണ് ഈ പറഞ്ഞത്. ചിരിക്കടയാണെങ്കിൽ പോലും. അപ്പൊ ഈ സ്വന്തം പേരിലെ ആശുപത്രിയുള്ള മുതലാളി അല്ല കണ്ണാശുപത്രി, അല്ല കണ്ണിന്റെ ആശുപത്രി, കണ്ണാശുപത്രി അങ്ങനെ ആയിരിക്കുമല്ലോ. അതൊരു സ്ഥലം, കണ്ണായ സ്ഥലം, ഈ അതുപോലെ കണ്ണം മൂല, ഇതൊക്കെ ഉണ്ടെങ്കിലും മുതലാളിയോട് ഉള്ളതിന്റെ കടപ്പാട് കൊണ്ട് ഞാൻ എന്റെ മരണശേഷം എന്റെ ശരീരം ഞാൻ മെഡിക്കൽ കോളേജിൽ എന്ത് പ്രയോജനമാണ്? ഈ കുഞ്ഞായ്മയൊക്കെ കീറി മുറിച്ച് പഠിച്ചിട്ട് വല്ല പ്രയോജനമില്ല. കാരണം മുതലാളി എല്ലാ രീതിയിലും ചൂഴ്ന്നിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷെ ബ്ലഡ് അത് മുതലാളിക്ക് തന്നെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല. ബ്ലഡ് നമുക്ക് ഇപ്പോഴും കൊടുക്കാം. ഇല്ലില്ല, അതെന്താന്ന് വെച്ചാലേ ഈ കണ്ണിൽ ചോരയില്ലാത്ത മുതലാളിക്ക് കണ്ണിലൂടെ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടൂസൻ ഡാഗിനി എടുക്കാം. പാർട്ണർഷിപ്പിന്റെ കാര്യത്തിൽ കുട്ടൂസൻ ഡാഗിനിയാണല്ലോ ഏറ്റവും നല്ല ഇതായിട്ടുള്ളത്. അവൻ എപ്പോ നോക്കിയാലും ഇടിയാണ്. കല്യാണം കഴിച്ചിട്ട് അതുമില്ല, ലിവിങ് ടുഗദറുമാണ്. മായാവി എപ്പോ കിട്ടിയാലും ഇടിയൊക്കെ വെച്ചാലും പിന്നെ അവര് കൂട്ടുകാരൻ. അല്ല, അതുകൊണ്ടാണ് അവര് ലിവിങ് ടുഗദർ ആയതുകൊണ്ടാണ് അവര് സ്വസ്ഥമായിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ മുതലാളിയുടെ അല്ല, ഇതുപോലെ വേണം ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും വേണമല്ലോ. അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മുതലാളി പറഞ്ഞല്ലോ. എന്താണ് ഈ പബ്ലിക് സ്പീക്കിംഗ്? അതായത് മുതലാളി കടം മേടിച്ച് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പബ്ലിക്കിനോട് നമുക്ക് സ്പീക്ക് ചെയ്യാൻ തൊഴിലാളി വിടുന്ന ഒരു പ്രക്രിയ. അതായത് 4 പേര് കൂടുമ്പോ 4 പേരോട് സംസാരിക്കാനായിട്ട് മുതലാളി തന്നെ അവസരം ഉണ്ടാക്കുന്നു കടം മേടിച്ച്. അപ്പൊ ഈ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ മുതലാളിമാരുടെയും പേര് തൊഴിലാളികൾക്ക് പറയാൻ പറ്റാത്തത്. കടിച്ച പൊട്ടാത്ത പേരായി. എന്താന്ന് വെച്ചാലേ ബാക്കി എല്ലാം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ മുതലാളിയുടെ പേര് പറയുമ്പോ പല്ലിങ്ങനെ തിരുമ്പൂലോ. അതല്ല ഞാനീ പറയുന്നത്. ഇപ്പൊ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചായിരുന്നു. ഫേസ്ബുക്ക് സുക്കർബർഗ്, മാർക്ക് സുക്കർബർഗ് അല്ലെ? അദ്ദേഹം അത് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ്? കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിക്കാത്തതുകൊണ്ട്. കല്യാണം കഴിച്ചത് കണ്ടുപിടിക്കാൻ പറ്റൂല. അമേരിക്ക കണ്ടുപിടിച്ചു. അങ്ങനെ തന്നെയാണ്. അപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഉപദേശം കൊണ്ട് രണ്ടുപേരും രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഒറ്റ ഉപദേശം രണ്ടുപേരും രക്ഷപ്പെടും. അതെങ്ങനെയാണ്? അതായത് ഇതൊറ്റ ഉപദേശം ഇത് കൊടുത്താൽ മതി. ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ വാചകം ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ സമയം രക്ഷപ്പെടും. അപ്പൊ മുതലാളി ഈ സുക്കർബർഗിന്റെ കാര്യം പറഞ്ഞാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അത്രേ ഉള്ളൂ. ഈ 50-50 നയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. 50-50 നയം മനസ്സിലായി. 50-50 ബിസ്ക്കറ്റ് എടുത്ത് ചായ കുത്തി തിന്നുന്നതല്ല. അതായത് 50% നമ്മുടെ കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് 50% നമ്മുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാകും. മനസ്സിലായില്ലേ? പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ കൺവിൻസിംഗ് സ്റ്റാർ ആയിട്ട് മുതലാളി അങ്ങോട്ട് മാറിപ്പോവും. 90% തൊഴിലാളിക്കും ബാക്കി 10% മുതലാളിക്കും. അതേ പരിപാടിയാണ് ഈ 50-50 എന്ന് പറഞ്ഞ പേരിൽ. ഇൻസെന്റീവ് ഇല്ല, ബോണസ് ഇല്ല, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇപ്പൊ അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ രാമുക്കാരനായിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു. 63-ലാണോ 65-ലാണോ ഇറങ്ങിയത്. സുവർണ കമലം വരെ നേടി നമ്മുടെ ചെമ്മി. അത് ത്രികോണ പ്രണയമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് ഒരു ഓണ്ടർപ്രണറുടെ അല്ലെങ്കിൽ ഒരു സംരംഭകന്റെ പരാജയത്തിന്റെ സിനിമയാണ്. നമ്മുടെ പരീക്കുട്ടിയായിട്ട് അഭിനയിച്ച മാസാണ് പഴിച്ചമ്മ ഈ കടാപ്പുറത്ത് ഞാൻ പാടി നടക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സംഭവം വേറൊന്നുമല്ല. അതിനകത്ത് അദ്ദേഹം മണ്ണിനെ കണ്ടും പെണ്ണിനെ കണ്ടും നമ്മൾ മഞ്ഞളിക്കില്ലെന്ന് പറയും. മനസ്സിലായി? ആവശ്യമില്ലാതെ കൊണ്ട വള്ളവും വരെ ഇറക്കി ആ പെണ്ണിന് കാശ് കൊടുത്തില്ലേ? ഒരു ഇടുമടിക്കാനാണ് കൊടുത്തത്. അങ്ങനെയാണ് കടാപ്പുറത്ത് പാടി മരിക്കേണ്ട വന്നത്. ഫസ്റ്റ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്
രാമുക്കായിട്ട് എനിക്ക് അത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ SLP സദാനന്ദനായിരിക്കും സ്ക്രിപ്റ്റിലൂടെ അത് കണ്ടുപിടിച്ചത്. പരാജയപ്പെട്ട ഓൾറെഡി മനസ്സിലായി. അല്ല, അപ്പൊ മുതലാളിയുടെ ഇപ്പൊ ഇനിയുള്ള സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ടൊക്കെയുള്ള അഭിപ്രായം എന്താണ്? ഇനിയിപ്പോ സാധാരണ ഇനിയിപ്പോ വിജയിക്കാൻ പറ്റിയ അതായത് ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ പിള്ളേരായിരുന്നെങ്കിൽ അവർക്ക് പിന്നെ പാല് മതിയായിരുന്നു, ഇപ്പൊ അവർക്ക് റീലും മതി. ഇപ്പൊ അതുപോലെ അവർക്ക് കളിക്കോപ്പിന് പകരം ഇപ്പൊ റാപ്പും മതി. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള വനിതാ തിയേറ്ററിന് മുമ്പിലുള്ള സ്റ്റാർട്ടപ്പുകളായിരിക്കും കുറെ കൂടെ സൗകര്യപ്രദമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതുപോലെ ധാരാളം മണ്ടത്തരങ്ങൾ മുതലാളി ചെയ്ത്. അല്ല, ഞാൻ അവിടെ ഇരുന്നപ്പോ ഒരാളെ കണ്ടായിരുന്നു. അദ്ദേഹം ഷിപ്പിന്റെ ഒരു ഡിസൈൻ ചെയ്താണ്. മനസ്സിലായി, അനീഷ് കണ്ടില്ലേ? അതായത് ഇവരെ നമ്മൾ റിസർച്ച് ചെയ്യണം, അല്ലാതെ തൊഴിലാളികളോട് ഇരുന്നാൽ പോരാ. ഷിപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്താലും ഇത് പൊങ്ങി കിടന്നാൽ മതി. ഇതാണ് വെള്ളത്തിലാവുമ്പോ ഇങ്ങനെ പൊങ്ങി കിടന്നാൽ മതി എന്നാ ചിന്തിച്ച. അങ്ങനെയല്ല, ഇങ്ങനെ വലിയ സ്റ്റൈലിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അടിപൊളി ആക്കിയിട്ടാണല്ലോ ടൈറ്റാനിക് മുങ്ങി താഴെ പോയത്. ഇനി അഥവാ മുങ്ങിയാൽ നമുക്കത് മുങ്ങി കപ്പലാക്കാലോ. ഈ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ടോക്സിക് എന്ന് പറയണത്, മനസ്സിലായില്ലേ? എന്റെ ബിസിനസ് ശരിക്കും എന്നെ പൊട്ടണെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ആ കണ്ട രാജേഷിനെ കണ്ട, രാജേഷ് അവിടെ പിന്നെ നല്ലൊരു കമ്പനിയുടെ ഇൻഷുറൻസിന്റെ ഒരു വിഭാഗക്കാരൻ. പക്ഷെ പുള്ളി ഭാര്യയ്ക്ക് കൂടെ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങാനാണ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബിസിനസ് തുടങ്ങാനാണ് അദ്ദേഹം ഇറങ്ങിയത്. പക്ഷെ ആ ഇറങ്ങിയ സമയം ശരിയായി 50% നികുതി ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം പറയുന്നത് പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചാണ്, ഭാര്യയെ വെച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിലും പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യണമെന്ന് പറയാം. മനസ്സിലായി? എന്തുകൊണ്ടാണ് ലൈസൻസ് വേണ്ട, ഭാരം കുറഞ്ഞ വാഹനങ്ങൾ. 2, അവർക്ക് ഹെൽമെറ്റ് വെക്കാൻ പാടില്ല. അവര് ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് ഹെയറൊക്കെ മറ്റേ സ്ട്രെയിറ്റൻ ചെയ്ത് വരുമ്പം ഹെൽമെറ്റ് വെക്കുക. അതാണ് ബുദ്ധിപരമായിട്ടുള്ള ബിസിനസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണം ഒരു സംരംഭം. അപ്പൊ നമുക്ക് ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനി കിടക്കേണ്ടതില്ലാത്ത ഒന്ന് സമയത്തിന്റെ പരിമിതിയൊക്കെ കൊണ്ട് നമുക്ക് ഏകദേശം അല്ലേ ഇപ്പൊ ഈ അവസരങ്ങൾ ഇനിയും മുതലെടുക്കാൻ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കാം. നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കൊറോണ ചെയ്തു വെച്ച നെറ്റ്വർക്കിങ്ങിനേക്കാളും വലിയൊരു നെറ്റ്വർക്കിംഗ് ഇനി ഒരു ബിസിനസ് അതായത് ബിസിനസ് ഇതിനകത്ത് ഒരാൾക്ക് ഇനി അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം അതായത് ഒരു നെറ്റ്വർക്ക്, അതായത് ഒരാൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരാൾ ചേർക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അവിടെ ലെക്സ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യേണ്ട അങ്ങനെയുള്ള യാതൊരു വിധ ഡയഗ്രമോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റിയത് കൊറോണയ്ക്ക് മാത്രമാണ്. അല്ല, അങ്ങനെയൊക്കെ വ്യാപിപ്പിക്കാൻ ലോകം മൊത്തം പറ്റിയെങ്കിൽ കൊറോണ തോറ്റുപോയി ഒറ്റ സ്ഥലേ ഉള്ളൂ, അത് കേരളമാണ്. കേരളത്തിൽ ഇതൊക്കെ തോറ്റുപോയി, വേറെ ഒന്നുമല്ല. കൊറോണ ഇവിടെ എത്തിയപ്പോ യൂണിയൻ കളിച്ച് പല വിഭാഗമായവരും കൊടിയും പിടിച്ച് ഇവിടെ വന്നപ്പോ അവര് പണിയെടുക്കാതെ, അങ്ങനെയാണ് കൊറോണ തോറ്റുപോയത്. മനസ്സിലായി? ഈ മുതലാളിമാരെ കാണുമ്പോൾ ഈ തൊഴിലാളികളുടെ ചിരി എന്ന് പറയുന്നത് ഇത്രയും ആത്മാർത്ഥമുള്ള ചിരി വേറെ അതങ്ങനെ കണ്ടിട്ടില്ലേ? ഇല്ല. അതായത് രാവിലെ നമ്മൾ ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കുമ്പോഴേ കണ്ണാടിയിൽ നോക്കി അത്ര ആത്മാർത്ഥതയുള്ള ശരിയാണ് ഓരോ മുതലാളിമാരെ കാണുമ്പോഴും തൊഴിലാളിമാരും ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെയുള്ള മുതലാളിമാരും തൊഴിലാളിമാരും ഒക്കെ ഇങ്ങനെ പരസ്പര പൂരകമായിട്ട് ജീവിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ഈ സമൂഹത്തിൽ. ഏത് സംരംഭത്തിനും അത്യാവശ്യം ആദ്യം വേണ്ടത് മൂലധനമാണ്. മൂലധനം ഉണ്ടാക്കാനായിട്ട് ഈ അടുത്തിടയ്ക്ക് നമുക്ക് വേറെ ഇങ്ങോട്ടും പോകണ്ട, ഈ ചാലക്കുടി വരെ പോയത്. ഇവിടെ അങ്കമാലിയിൽ ഇവിടെ അപ്പുറം ചാലക്കുടി പോയി. ചാലക്കുടിയിൽ കോട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു മൂലധനം ഉണ്ടാക്കിയത്. അത് മനുഷ്യന് കടം വന്നു കഴിഞ്ഞാലേ തൊഴിലാളി കാണാനും ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. പറഞ്ഞോളൂ. അതായത് ഒരു കത്തി കാണിച്ചു കഴിഞ്ഞിട്ട് 15 ലക്ഷം രൂപയും കൊണ്ടാണ് ആള് പോയത്. അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കണേക്കാളും നല്ലതാണ് അകത്ത് പോയി കിടക്കണെന്ന് പുള്ളിക്ക് മനസ്സിലായി. എന്നതുപോലെ തന്നെ ഏതൊരു മുതലാളിയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണേക്കാളും നല്ലത് ജയിലിന്റെ അകത്ത് പോയി കിടക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. വേഷം മാറുമ്പോഴും നമ്മൾ ഷൂസ് മാറാൻ മറക്കരുത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ അവസരങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. നമ്മൾ ഈ കള്ളന്മാരും കച്ചവടക്കാരും ഒരേപോലെ. അങ്ങനെയല്ല, അതൊരു സാറ് പറഞ്ഞതാണ്. 10% ഏതൊരു ആളുകൾ കൂടിയാലും കള്ളന്മാരുണ്ടാകും എന്ന് പറഞ്ഞാൽ ആളുകളും അവസരവും കള്ളന്മാരും ഒരുപോലെ ഒന്നല്ല. അതെങ്ങനെയാണ്? അതായത് കച്ചവടക്കാരും കള്ളന്മാരും രണ്ടും സാമ്യമുണ്ട്. എന്താ വെച്ചാലേ 2 പേർക്കും വേണ്ടത് നാട്ടുകാരുടെ കാശാണ്. മനസ്സിലായി? 2 പേർക്കും വേണ്ടത് നാട്ടുകാരുടെ കാശാണ്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ള നമ്മൾ അവസരങ്ങൾ നോക്കിയിരിക്കണം. അതായത് പലപ്പോഴും നമ്മൾ വീടിന് താക്കോലിട്ട് വീട് പൂട്ടാൻ മറന്നു പോകും, അല്ലെങ്കിൽ വണ്ടിയിൽ താക്കോലിടാൻ ഇട്ടിട്ട് സ്ഥാപനം നന്നായി പൂട്ടുമല്ലോ. അപ്പൊ കള്ളൻ ഈ അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു കച്ചവടക്കാരൻ.
ഈ കച്ചവടക്കാരൻ കൃത്യമായിട്ട് ഇത് കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ കട പൂട്ടാൻ പറഞ്ഞ താക്കോല് താഴെ പൂട്ടാൻ മറക്കാറുണ്ടല്ലോ, അല്ലെ ഞാൻ മറക്കാറുണ്ടല്ലോ നമ്മുടെ കട. അപ്പൊ ഇത് അവസരങ്ങൾ കള്ളന്മാര് കണ്ടെത്തണം എന്ന പോലെ തന്നെ കച്ചവടക്കാരും കണ്ടെത്തണം. പല വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ പലതും ഉണ്ടാക്കുന്നത്, പലതും പഠിക്കുന്നത്. മനസ്സിലായില്ല? ഇപ്പൊ ഈ ആനവാൾ മോതിരം എന്നൊരു സിനിമയുണ്ട്. നമ്മുടെ ഭയങ്കര പേടിച്ചൂരായിട്ടുള്ള ഒരു പോലീസുകാരനാണ് നമ്മുടെ ശ്രീനിവാസന്റെ ക്യാരക്ടർ. അദ്ദേഹം മാറി കുത്തിവെക്കുന്ന രക്തത്തിലൂടെ അദ്ദേഹത്തിന് എന്തോ വലിയ മാരക അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതോടെയാണ് അദ്ദേഹം വലിയ ബെഞ്ചമിൻ ബ്രൂണോയുള്ള മറ്റേ വലിയ പിന്നെ ഈ പറയുന്ന വില്ലിനെയൊക്കെ പിടിക്കുന്നത്. അതുപോലെയാണ് ലോകത്തിലെ ആദ്യത്തെ ശതകോടീശ്വരനായിട്ടുള്ള റോക്ക്ഫെല്ലർ, അമേരിക്കൻ കാരനാണ്. അപ്പൊ അദ്ദേഹം 1800-കളിലാണ് ജീവിച്ചത്. അദ്ദേഹം ഒരു തന്റെ 53 വയസ്സ് വരെ അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചത്. 54-ാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം പിന്നെ വാരിക്കോരി ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഓരോ സേവനങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കാൻ തുടങ്ങി. അത് മനസ്സറിഞ്ഞാണോ എന്ന് ചോദിച്ചാൽ അല്ലേന്ന് ചോദിച്ചാണ്. അത് വേറൊന്നും കൊണ്ടല്ല. അത് പക്ഷെ അദ്ദേഹം 97 വയസ്സ് വരെ ജീവിച്ചു. 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമെന്ന്, അദ്ദേഹത്തിന് വാർദ്ധക്യം പെട്ടെന്ന് വരുന്ന അസുഖം ഉണ്ടാകുന്നു. അപ്പം ഡോക്ടേഴ്സ് വിധി എഴുതി അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോകും. 54-ാമത്തെ വയസ്സിൽ മരിച്ചു പോകും. 1 വർഷം കൊണ്ട് മരിക്കുമെന്ന് കണ്ടപ്പോൾ പടച്ചവനെ കാത്തോളിന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് മാക്സിമം ആളുകൾക്ക് കൊടുക്കുന്നത്. ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയത് അമേരിക്കൻ വൈദ്യശാസ്ത്ര ഈ പരമായിട്ടുള്ള ഗവേഷണങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും പൈസ മുടക്കിയ ആളാണ്. പക്ഷേ അദ്ദേഹം 97 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രശസ്തനുമായി. അതുപോലെ ആവരുത്. അപ്പൊ ഇതുപോലെയൊന്നും ആരും ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ കടമയിൽ നിന്ന് പിന്തിരിയുകയാണ്. അപ്പോ നമ്മൾക്ക് ലൈഫ് ചേഞ്ചേഴ്സ് ബിസിനസ് കോൺക്ലേവില് ഒരു അവസരം തന്ന അമരീഷ് സാറിനും ഇതിന്റെ എല്ലാ സംഘാടകർക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇനിയും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം എന്നുള്ള വിചാരത്തോടെ വിടുവാങ്ങുകയാണ്. ബൈ.